ഞാൻ പിന്നെ പ്രേക്ഷകരോട് പറയായിരുന്നു, അശ്വതി ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, ആ ഗേൾ നെക്സ്റ്റ് ഡോർ അതായിരുന്നു പ്രേക്ഷകർക്ക് എല്ലാവർക്കും. അപ്പൊ ഇപ്പോഴും അല്ലെങ്കിൽ ചോദിച്ചാണ് കേട്ടോ, അതല്ലേ ആ ലുക്ക് വന്നത്. എനിക്ക് തോന്നി ആ ലുക്കിലേ എനിക്ക് ഇപ്പൊ ഞാൻ അങ്ങനെ അല്ലേ അല്ല. പക്ഷെ എന്നാന്നറിയാവോ, യുവർ ജേർണി ഈസ് ടു ഫാസ്റ്റ് എന്ന് തോന്നുന്നു. ഭയങ്കര എനിക്ക് തോന്നുന്നു ഗേൾ നെക്സ്റ്റ് ഡോർ മീൻസ് കലവല വർത്താനം പറയണം. ഇതിപ്പോ അതല്ല, അശ്വതി ഭയങ്കര മെച്ചോർഡായിട്ട് ഭയങ്കര ഇങ്ങനെ റിസർവ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നു. എന്നെ ഇങ്ങനെ കണ്ടിട്ടുള്ളത് ഭയങ്കര ബഹളം വെച്ച് കണ്ടിട്ടുള്ളത് ആക്ച്വലി സ്റ്റേജിലല്ലേ. കറക്റ്റ്. അപ്പോ അല്ലാതെ ഇപ്പൊ എന്നെ കൂടുതലും കാണുന്നത് ഇപ്പൊ ഇന്റർവ്യൂസിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യണ എന്തെങ്കിലും വീഡിയോസിലൊക്കെ ആൾക്കാർ കാണുന്നത്. അപ്പോഴാണ് എന്റെ ഒറിജിനൽ വേർഷൻസ് കണ്ടു തുടങ്ങിയത്. മറ്റേതിപ്പോ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറയുമ്പോ ഐ ക്യാൻ ബി ബബ്ലി, ഐ ക്യാൻ ബി. പക്ഷെ എന്നാന്നറിയോ, ഞങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് അതാണല്ലോ ഞങ്ങൾ പിക്ചർ ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അശ്വതി ഈസ് ലൈക്ക് ദിസ്. അപ്പൊ നമുക്ക് പിന്നെ വേറൊരു വേർഷൻ കാണിച്ചു തന്നാൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അയ്യോ ഈ കുഞ്ഞിന് എന്നോ പറ്റി എന്നാലും നമ്മൾ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ വായാടി അശ്വതി ഭയങ്കര ഇഷ്ടമാണ്. ആണോ? പക്ഷെ ഇപ്പൊ ഞാൻ കേട്ടിരിക്കുന്ന വിശേഷം എന്നാന്ന് വെച്ചാൽ അശ്വതി ഭയങ്കരമായിട്ട് ഓതറായി, ബുക്സ് എഴുതി എത്രയോ എഡിഷനായി. എന്നെ കേൾക്കുന്നത് അതിന്റെ കൂടെ എന്തൊക്കെയോ അതിന്റെ സൈഡായിട്ട് എന്തൊക്കെയോ ലൈഫ് കോച്ച്മാര്, ലോട്ട് ഓഫ് വിശേഷങ്ങൾ വിച്ച് ഐ ഷുഡ് ഷട്ട് മൈ മൗത്ത് ടു ഹിയർ ഫ്രം യു. പറയാവോ വിശേഷം? ലോങ് ജേർണി ഫ്രം ദ ആജെ, ഫ്രം ദ ഡേ 1 to ഇവിടം വരെ. ആജെ ടു ആജെ ആയിട്ടാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ലൈക്ക് മീഡിയ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നേ MBA പഠിച്ചിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് RJ ആയി. അതിങ്ങനെ ആകസ്മികമായിട്ട് RJ ആയതാണ്. അതെങ്ങനെ? അല്ല, ഞാൻ അങ്ങനെ ഭയങ്കര ഇന്റൻഷനലി ഓക്കെ എനിക്ക് അങ്ങനെ ഒരു മീഡിയ പാഷൻ അങ്ങനെ പോയതല്ല. ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു ചെന്ന് വോയിസ് ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഓക്കെ ആയി. അങ്ങനെ RJ ആയി. അവിടുന്ന് ഇതുപോലെ വീണ്ടും ഒരു ഓഫർ വന്ന് ആങ്കറായി. അപ്പൊ ഇതൊക്കെ റാൻഡമായിട്ട് ലൈഫിലേക്ക് വന്ന കാര്യങ്ങളാണ്. ഭഗവാനായിട്ട് തള്ളി വിടുന്ന പോലെ അല്ലേ? നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, റൈറ്റ് ടൈമിൽ ചിലതിങ്ങനെ വരും. അപ്പൊ നമുക്ക് തോന്നും ഓക്കെ ദിസ് ഇസ് ഗുഡ് ഫോർ മീ എന്ന്. ആ ഒരു ഗട്ട് ഫീലിനെ ഞാൻ എപ്പോഴും ട്രസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോ അങ്ങനെ ഇതിലേക്ക് വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഓതർ, അത് പണ്ട് തൊട്ടേ എന്റെ കൂടെ ഉള്ള കാര്യങ്ങളാണ്. ഞാൻ സ്കൂൾ ടൈം തൊട്ട് എഴുതുന്ന ആളാ. അപ്പൊ ഭയങ്കര ബുദ്ധിജീവിയാണ്. അയ്യോ ബുദ്ധി അങ്ങനെ ഭയങ്കര ഞങ്ങളൊക്കെ ഭയങ്കര എഴുതുന്ന ആൾക്കാരൊക്കെ ബുദ്ധിജീവി ഞങ്ങളുടെ കാറ്റഗറിയിൽ കൂട്ടുകാരാ. അങ്ങനെയല്ല, നമ്മൾ കുറച്ച് ഒബ്സർവ് ചെയ്യും. എനിക്കാണ് കുറച്ചും കൂടെ നമ്മൾ ഹൃദയം കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇമോഷൻസ് കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കൂടുതൽ ഫിക്ഷൻ എഴുതാറുള്ളത്. എനിക്ക് അല്ല, ആക്ച്വലി ആ ടാലന്റ് എങ്ങനെ, ഹൗ യു റിയലൈസ്ഡ് ദാറ്റ്? അയ്യോ അങ്ങനെ ഓതറ ആണെന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. നമ്മളൊരു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ നമ്മൾ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കുമല്ലോ, അങ്ങനെ കവിത എഴുതി 6ൽ പഠിക്കുമ്പോ. എന്റെ ദൈവം തമ്പുരാനെ, കവിത എന്ന് പറഞ്ഞാൽ വലിയ വാക്കുകളൊക്കെ വേണ്ടേ? വലിയ വാക്കൊന്നും വേണ്ട. അന്ന് നമുക്ക് ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിക്കുന്നത്. അപ്പൊ എനിക്ക് അത്യാവശ്യം നല്ല മലയാളം വാക്കുകളൊക്കെ അറിയാം. പിന്നെ തീരെ ചെറുതിലെ തൊട്ട് നന്നായിട്ട് വായിക്കുമായിരുന്നു. അപ്പൊ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ വേർഡ്സ് ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ ഇതൊക്കെ കൂടെ കൂട്ടി വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാക്കി നോക്കാം. അങ്ങനെ വെറുതെ സ്ക്രിബിൾ ചെയ്ത് അന്നപ്പോ ടീച്ചേഴ്സ് ബുക്ക് കണ്ട് അപ്പൊ അവര് പറഞ്ഞു അത് നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പേരൻസ് ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് അത് അയച്ചു കൊടുത്തു ഒരു മാഗസിന്. അപ്പൊ അത് കുട്ടികളുടെ മറ്റേ ബാലപംക്തിയിൽ അച്ചടിച്ചു വന്നു. അങ്ങനെ ഞാൻ സ്കൂളിൽ അറിയപ്പെടുന്ന പെട്ടെന്ന് ഞാൻ അവിടുത്തെ കവിയായി. അങ്ങനെ അപ്പൊ തൊട്ട് എഴുത്ത് എപ്പോഴും ഉണ്ട് ലൈഫില്. പിന്നെ ജോലിയൊക്കെ കിട്ടി, കല്യാണമൊക്കെ കഴിഞ്ഞ് ആ ഒരു ഫേസ് ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എഴുത്ത് വല്ല ഡയറി കുറിപ്പും എഴുതുന്നതിൽ ഒതുങ്ങി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മീഡിയയിലൊക്കെ സജീവമായ സമയത്ത് പണ്ടത്തെ സുഹൃത്തുക്കളൊക്കെ കാണുമ്പോ ഇങ്ങനെ എന്താ എഴുതാത്തത് അല്ലെങ്കിൽ എഴുതുന്നത് പുറത്ത് കാണിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് പുസ്തകങ്ങൾ എഴുതി തുടങ്ങിയത്. എന്തിനെ ബേസ് ചെയ്താണ് പുസ്തകങ്ങൾ എഴുതിയ? എക്സ്പീരിയൻസസ് ആണോ? ആദ്യത്തെ ഒരു പുസ്തകം ഓർമ്മ കഥകളായിരുന്നു. ലൈക് നമ്മുടെ മെമ്മറീസും എന്നാൽ അതിന്റെ കൂടെ കുറച്ച് ഫിക്ഷനും കൂടെ. എല്ലാ മെമ്മറിയും നമുക്ക് അതേപോലെ എഴുതാൻ പറ്റില്ല. അതെ, കാരണം അതിനകത്തുള്ള പല ആളുകളും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ ആയതുകൊണ്ട് നമുക്ക് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് പോളിഷ് ചെയ്ത് കുറച്ച് ഫിക്ഷൻ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ആദ്യത്തെ പുസ്തകം ഉണ്ടായത്. അത് കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ചും കൂടെ ധൈര്യം വന്നു. അപ്പൊ പിന്നെ ഞാൻ കഥകളായിട്ട് തന്നെ സ്റ്റോറീസ് ആണ്. അപ്പം അത് കാളി എന്ന് പേരുള്ളൊരു പുസ്തകം. ദേവിയെ കുറിച്ചാ? അല്ല, അങ്ങനെ ഒരു സ്റ്റോറി അതിനകത്തുണ്ട്. വൺ ഓഫ് ദ സ്റ്റോറീസ് ആണ്. എക്സ്പീരിയൻസ് അല്ല, ഞാൻ കേട്ടിട്ടുള്ളൊരു ഒരു ഫിക്ഷൻ, നാട്ടിൽ നടന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുള്ള ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. ബാക്കി അതിനകത്തൊരു 9 സ്റ്റോറീസ് ആണ്. ഓൾ അബൌട്ട് സ്ത്രീകളെ കുറിച്ചുള്ള 9 കഥകൾ. അതാണ് പുസ്തകം.
ഓക്കെ. സ്ത്രീകളെ കുറിച്ചുള്ള കഥകളായതുകൊണ്ട് കാളിന്ന് പേരുള്ള ഒരു കഥ അതിനകത്തുള്ളത് കൊണ്ട് പുസ്തകത്തിന് കാളിന്ന് പേര്. ഓ അത് ശരി. അപ്പൊ ഇനിയിപ്പോ അങ്ങനത്തെ ആ ബുക്കൊക്കെ ഞാനൊന്ന് കളക്ട് ചെയ്യട്ടെ, എന്ന് വെച്ചൊന്ന് വായിച്ചു നോക്കണമല്ലോ. വാട്ട് ഇസ് ദ സ്ത്രീകളെ ബേസ് ചെയ്ത് എന്താണ് ബേസ് ചെയ്ത മീൻസ് എന്താണ്? സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ടാണോ അതോ മോട്ടിവേഷൻ ആണോ ഇൻസ്പയറിംഗ് അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. സെൻട്രൽ ക്യാരക്ടേഴ്സ് സ്ത്രീകളായി വരുന്ന കഥകള് എന്ന് വെച്ചിട്ട് എല്ലാവരും ഭയങ്കര ഹീറോയിക്കൊന്നും അല്ല, ഭയങ്കര സ്ട്രോങ് വുമണും അല്ല. എന്നാൽ അങ്ങനെയുള്ളവരും ഉണ്ട്, അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. ഓക്കെ, ബേസ് ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഓൾമോസ്റ്റ് എത്ര ബുക്സ് ആയി? ഇപ്പൊ 4 പുസ്തകം.